ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം നിഖില വിമലുമായുള്ള ഇന്റർവ്യൂവിലെ ചില കാര്യങ്ങൾ ഇപ്പോൾ ട്രെൻഡിങ് ആണ്. ആങ്കർ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഒരു പെണ്ണ് കേസിൽ കിടക്കുകയാണല്ലോ, അതെ എന്ന് നിഖില പറയുന്നുണ്ട്. നല്ലൊരു ബ്രൈഡൽ വധു, ചുറ്റിനും ഒരുപാട് ആജ്ഞ കേൾക്കാൻ നിൽക്കുന്ന പുരുഷന്മാരുടെ ഫോട്ടോ. ആ ഫോട്ടോ എടുക്കുമ്പോൾ മെന്റലി വീക്കായിരുന്നു. ഇല്ല ചേച്ചി, അതൊരു കല്യാണ തട്ടിപ്പ് നടത്തുന്ന പെൺകുട്ടിയുടെ കഥയാണ്. സൊസൈറ്റിയിൽ ഇഷ്ടം പോലെയുണ്ട്, പക്ഷേ ആൾക്കാർ അതിനെ പറയില്ല. കാരണം കോൺ ചെയ്യപ്പെടുന്നത് പുരുഷൻ ആയതുകൊണ്ട് തന്നെ അവർ അതിനെപ്പറ്റി എപ്പോഴും സംസാരിക്കില്ലല്ലോ. കേസുകളൊക്കെ കൊടുക്കുന്നുണ്ടാവും, പുറത്തങ്ങനെ വരില്ല. പുറത്ത് നാണക്കേട് വിചാരിച്ച് പറയില്ല, പക്ഷേ സമൂഹത്തിൽ അതുണ്ട്. അതിൻ്റെയൊരു റീപ്രസെന്റേഷൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നാലും ആ ഒരു മെസ്സേജ് തമാശയിലൂടെ പ്രസന്റ് ചെയ്തപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കോമഡി മാത്രമുള്ള സിനിമയൊന്നുമല്ലല്ലോ, എല്ലാ ഇമോഷനും ബാലൻസ് ചെയ്യുന്ന സിനിമ തന്നെയാണ്. അതിൽ സിറ്റുവേഷനിലായിട്ടുള്ള കോമഡിയുമുണ്ട്, ഒരുപാട് ഫണ്ണുമല്ല. എനിക്ക് വേണ്ടിയിട്ട് എഴുതിയ കഥ പോലെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇത്രയും സിനിമകൾ ചെയ്തതുകൊണ്ടും ഭാഷകളിലുമായിട്ട് ഫിലിം ചൂസിങ്ങിന്റെ പ്രോസസ്സിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ? ഞാൻ തുടക്കം മുതലേ ഭയങ്കര ചൂസി ആയിട്ട് തന്നെ സിനിമകൾ ചെയ്തിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് എനിക്ക് പ്രായമായി കഴിഞ്ഞാൽ ഇനി സിനിമ വരില്ലേ എന്ന് പെട്ടെന്നൊരു അനാവശ്യമായ ഒരു ചിന്ത വന്നപ്പോൾ കുറച്ചധികം സിനിമകൾ ഏറ്റെടുത്തു. അതെനിക്ക് റോങ് തോട്ട് ആണെന്ന് മനസ്സിലായപ്പോൾ അതങ്ങനെ നിർത്തി. കഴിഞ്ഞ വർഷം ഞാൻ ബ്രേക്ക് ഇല്ലാതെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഏത് മാസം ചോദിച്ചാലും ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്ന അവസ്ഥയിലായിരുന്നു. പക്ഷേ ഈ വർഷം പെണ്ണുകേസ് എന്ന സിനിമയാണ് ഷൂട്ട് ചെയ്തത്. ഇനി അടുത്തത് നവംബർ ഡിസംബറിലായിരിക്കും. പെണ്ണുകേസ് കഴിഞ്ഞത് മാർച്ചിലാണ്, അപ്പോൾ അത്രയും സമയം ഉണ്ട്. ഇപ്പോൾ സ്ലോ മോഡിലാണ് പോകുന്നത്.